യേശു ക്രിസ്തുവിൻ്റെ പേരുകൾ, ദ നെയിംസ് ഓഫ് ജീസസ്. പുതിയ നിയമം തുടങ്ങുമ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലാണ് തുടങ്ങുന്നത്. ഓരോ ബുക്കിലും ക്രിസ്തുവിൻ്റെ ഓരോ സ്വഭാവങ്ങളെയാണ് കാണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ ജോഷുവ എന്നുള്ള പേരിന്, ജോഷുവയുടെ പേരിൻ്റെ അർത്ഥം റിഡീമർ, സേവർ എന്നൊക്കെയാണ്. അപ്പം ഈ ഗ്രീക്ക് വേർഡിൽ ജീസസ് ഈസ് ദ ഗ്രീക്ക് ഫോം ഓഫ് ജോഷുവ. അപ്പം വിച്ച് മീൻസ് ദ ലോർഡ് സേവ്സ്, പാപത്തിൽ നിന്ന് മോചിക്കുന്നവൻ. അപ്പം ജോഷുവ എന്നുള്ള പേര് രക്ഷയെന്നുള്ള അർത്ഥം ജീസസിനും അതേ പേരാണ്. അപ്പം പഴയ നിയമത്തിൽ രക്ഷകനായിട്ട് ജോഷുവയെ മോശ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പേരുകൾക്ക് പ്രസക്തിയുണ്ട്. നമുക്ക് തോന്നുന്ന പേരൊന്നും ഇടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിയോഗിച്ചയച്ച പേരുകളാണ് ഓരോ വ്യക്തിക്കും ഇടേണ്ടത്. അത് നമ്മൾ പണ്ട് ശ്രദ്ധിക്കുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ചില പിള്ളേരുടെയൊക്കെ പേര് കേട്ടാൽ എനിക്ക് അതും ഇതും കൂടെയൊക്കെ ചേർത്ത് വെച്ച് അവസാനം പേരേതാണെന്ന് നമുക്ക് ഓർക്കാൻ എന്തൊരു പാടാണെന്നോ. എന്നാൽ ചില കത്തോലിക്ക ഭവനങ്ങളിൽ ഞാൻ ചെല്ലും, അപ്പോൾ അവരിപ്പോഴും മാത്തച്ഛൻ, തോമാച്ചൻ, ചാക്കോച്ചൻ ഇങ്ങനെ ആ കൊച്ചുമക്കളെ വിളിക്കുന്നത്. നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അവർ ആ ഒരു പുരാതനമായിട്ടുള്ള ആ ഒരു പേരുകൾക്ക്, അല്ലെങ്കിൽ കുടുംബപരമായ പേരുകൾക്ക് വളരെ പ്രസക്തി കൊടുക്കേണ്ടത്. വേദപുസ്തകം അങ്ങനെ തന്നെയാണ്. ദൈവം നമുക്ക് പേരുകൾ ഇടുമ്പം നമുക്ക് ചേർന്ന പേരുകളാണ് ഇടുന്നത്. നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ജീസസ്, റിഡീമർ, രക്ഷകൻ. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം ജീനിയോളജിയാണ്, അതായത് വംശാവലിയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഗബ്രിയേൽ മാലാഖ വന്നിട്ട് മറിയയോട് സംസാരിക്കുന്നത്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ ഇടണം. എന്താണ്? പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതുകൊണ്ട് അവൻ്റെ പേര് യേശു എന്നായിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, യേശു ഓരോ പ്രാവശ്യം നമ്മൾ യേശു അല്ലെങ്കിൽ യേശു എന്നുള്ള അർത്ഥം വിളിക്കുമ്പം രക്ഷകൻ, എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, ഓരോ പ്രാവശ്യം ഈ പേര് മേലായ നാമം എന്നാണ് പറയുന്നത്. മേലായ നാമം. എവ്രി നീ ഷാൽ ബൗ ബിഫോർ യു, എവ്രി ടങ് വിൽ കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. എല്ലാ മുഴങ്കാലും ക്രിസ്തുവിൻ്റെ മുമ്പിൽ മടങ്ങും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് മീൻസ് ലോഡ്ഷിപ്പാണ് എന്ന് വിളിച്ചു പറയും. അപ്പം പേരുകൾക്ക് അതതിൻ്റെ പ്രസക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ നമ്മൾ ആ പേര് ചേർന്ന പേരിടാൻ പഠിക്കണം. യഹൂദന്മാരുടെ കസ്റ്റമനുസരിച്ച് ചെറുപ്പകാലം തൊട്ടേ ഓരോ പേര്, ഇവന് ജോൺ ദ ഡോക്ടർ, അല്ലെങ്കിൽ ലൂക്ക് ദ ഫിസിഷ്യൻ, ഇങ്ങനെ അവർ ഓരോരുത്തർക്ക് പേരിടുമ്പം അവരുടെ ക്യാരക്ടറും കൂടെ പറഞ്ഞിട്ടാണ് അവർ പേരിടുന്നത്. അങ്ങനെ പേരിടുന്നതിനൊരു പ്രസക്തിയുണ്ട്. ഓരോ പ്രാവശ്യം നമ്മളത് വിളിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും എഴുതിയിരിക്കുന്നു, കന്യക ഗർഭിണിയ ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതാണ് പേര്, ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ മീൻസ് ഗോഡ് വിത്ത് അസ്. നമ്മുടെ കൂടെ ദൈവമുണ്ട് എന്ന് പേർച്ച് വിളിക്കുന്നതാണ് ഇമ്മാനുവൽ. അപ്പോൾ യേശു എന്നുള്ള പേരായി, ഇമ്മാനുവൽ എന്നുള്ള പേരായി. ദൈവത്തിൻ്റെ പുത്രൻ്റെ പേരുകൾ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി തൊട്ട് അവസാനം വെളിപ്പാട് വരെ എഴുതിയിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തൊട്ട് വെളിപ്പാട് വരെയുള്ള ചില പേരുകൾ ഞാൻ പറയാൻ പോകണം. ഓരോ പേരിനും അതാതിൻ്റെ പ്രസക്തിയുണ്ട്. ആ പേരുകൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ബുക്കിലും കർത്താവിൻ്റെ ക്യാരക്ടേഴ്സ് കാണിക്കും. ഈ ക്യാരക്ടറെല്ലാം വേദപുസ്തകത്തിൽ ഉൽപ്പത്തിയിൽ ഹീസ് എ ക്രിയേറ്റർ, ജനസിസിൽ അവനെ സൃഷ്ടി തുടങ്ങിയിട്ട് അവസാനം വരെയുള്ള ഭാഗത്തും ക്രിസ്തുവിൻ്റെ പേരുകൾ തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ ദ മെസ്സിഹ ഹൂ ഈസ് ദ കിങ്, മെസ്സിഹായായിട്ടാണ്, രാജാവായിട്ട് വരുന്ന മെസ്സിഹായെക്കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. രാജാവായിട്ട് വരുന്നവൻ ദാവീദിൻ്റെ കുലത്തിൽ ഭൂമിയിൽ വന്നപ്പം രാജാവിൻ്റെ കുലത്തിൽ തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത്. ജോസഫിൻ്റെയും മേരിയുടെയും മകനായിട്ട് വരും നമ്മൾ പറയുമ്പം അന്ന് കാലത്ത് ദാവീദിൻ്റെ വംശാവലിയെ തന്നെയാണ് വേദപുസ്തകം മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത്. ഉൽപ്പത്തി തൊട്ട് അവസാനം വരെ, അതായത് ക്രിസ്തു വരുന്നിടം വരെയുള്ള ഭാഗങ്ങളിൽ ആ ജീനിയോളജി മത്തായിയുടെ സുവിശേഷത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം ഈസ് കോൾഡ് ദ മെസ്സിഹ ഓഫ് ദ ഹൂ ഈസ് ദ കിങ്. രാജാവായി വരുന്ന ദൈവത്തെക്കുറിച്ചാണ് യേശുവിനെ വിളിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മെസ്സിഹ ഹൂ ഈസ് എ സെർവൻറ്റ്,
നമ്മുടെ സഹായിയായിട്ട് അല്ലെങ്കിൽ ജോലിക്കാരനായിട്ട് വരുന്ന യേശു. ശരിയല്ലേ? നമ്മൾ യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം പലപ്പോഴും നമുക്ക് ഈ ദൈവത്തോട് അപ്രോച്ച് ചെയ്യാൻ വയ്യാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹൈ പെഡസ്റ്റൽ യേശുവിനെ വെച്ച് നമ്മൾ പാപിയായിട്ട് അങ്ങ് നിൽക്കും. അതുകൊണ്ട് ഒരിക്കലും ആ ഗ്യാപ്പ് മാറാതെ നമുക്ക് അങ്ങോട്ടൊരു അപ്പനും മക്കളും എന്നുള്ള പദവിയിലോട്ട് കയറാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ഒരു ജോലിക്കാരൻ, സെർവൻ്റായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പം പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. വ്യക്തിപരമായ ബന്ധത്തിൽ അത് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ അനുഭവിക്കുന്ന ഒത്തിരി പേര് കാണും. ചിലർക്ക് അനുഭവമില്ല, പക്ഷേ അത് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. എനിക്ക് ഗാർഡനിങ് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പല ചെടികളും നടണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടുന്ന് അത് വാങ്ങിക്കണം, ഇത് എടുത്തിട്ട് നടണം. ചെറുതായിരിക്കും കാര്യം, പക്ഷെ ഞാൻ 2 ദിവസം അയ്യോ ഇത് നട്ടില്ലല്ലോ കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ ആത്മാവിൽ കാണും കർത്താവ് തന്നെ പോയിട്ട് ആ സ്ഥലത്ത് ആ ചെടി നടുന്നതായിട്ട്. അന്ന് ഞാൻ നട്ടിരിക്കും എഴുന്നേറ്റ്. കാരണം എൻ്റെ ആഗ്രഹം അപ്പച്ചനെ അത് മാനിച്ച് അപ്പച്ചൻ ചെയ്യുന്നതായിട്ട് അപ്പോൾ ഞാൻ പറയും കർത്താവിന് അത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ സ്നേഹത്തിന് അതിരില്ല. അവിടെയാണ് നമ്മൾ ഏതൊരു കാര്യം പറയും. ഇത് ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഇതുപോലെ ഒരു 100 എണ്ണം എനിക്ക് പറയാൻ കാണും. പക്ഷെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഓ എനിക്ക് മാത്രമേ, അല്ല, നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകും. നമ്മൾ അതുപോലെ ദൈവത്തോടുള്ള ആ സ്നേഹത്തിൽ അവൻ വിശുദ്ധനായതുപോലെ നമ്മളും വിശുദ്ധനായിട്ട് നമ്മുടെ ചിന്തകൾ അവനുമായിട്ട് നമ്മൾ തുലനം ചെയ്ത് നോക്കിയിട്ട് എവിടെയാണ് യേശുവിൻ്റെ അത് ചേരാത്തത്. നമ്മൾ എന്നും അഴുക്ക് ചിന്തകൾ കയറി വരും. അത് വെട്ടി മാറ്റി വെച്ച് വീണ്ടും പാത്രം ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയെങ്കിൽ ക്രമേണ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. പലപ്പോഴും നമ്മൾ ദൈവശബ്ദം കേൾക്കാതിരിക്കുന്നത് സ്ത്രീകളോട് ഞാൻ പറയും നമ്മുടെ ഈ ഭയവും വേവലാതിയും വെപ്രാളമാണ്. അത്ര വചനം പറയുന്ന സ്ത്രീകളും എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. പക്ഷെ വൺ ക്യാരക്ടർ ഐ നോട്ടീസ് ദാറ്റ് അവർ പണ്ട് ലോകപരമായ കാര്യം കൊടുത്ത് വെപ്രാളം കാണിക്കും. പക്ഷേ ഇപ്പം ആത്മീയ കാര്യം ഓർത്തായിരിക്കും പിന്നെ വെപ്രാളം. അയ്യോ അവരോട് പോയി, ഇവരെന്ത് വന്നില്ല, അവർക്ക് എന്ത് പറ്റി, 100 കൂട്ടം ചിന്തയാണ്. എന്നാൽ അവർ വരും, അവരെ വിളിക്കാം. അങ്ങനെ പറയാനുള്ള ഒരു കൃപ നമുക്കായിട്ടില്ല. അപ്പം ക്രിസ്തു ഏതൊരു ലെവലിൽ ഇറങ്ങി വന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദാസനെ പോലെയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. അതുകൊണ്ട് ഈ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നോക്കാം, പല ഹീലിങ്, നമ്മൾ ഉദ്ദേശിക്കാതെ പല ഹീലിങ്ങിനെ കുറിച്ചുമാണ് കൂടുതൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഹു ഈസ് ദ ഡെലിവറർ, നമ്മളെ രക്ഷിക്കുന്ന ദൈവമായിട്ട്. ആക്ച്വലി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഏറ്റവും കൂടുതൽ ലൂക്കോസ് ഒരു 12 ശിഷ്യന്മാരിലുള്ള ഒരു ശിഷ്യനല്ലായിരുന്നു. ഹി വാസ് എ ഫിസിഷ്യൻ. ഈ ലൂക്കോസ് ദൈവത്തെക്കുറിച്ച് ഫിസിഷ്യനാകുമ്പോൾ നല്ല പഠിത്തമുള്ള ഒരാളാണ്. ക്രിസ്തു ചെയ്ത പല കാര്യങ്ങൾ കേട്ടിട്ട് അറിഞ്ഞിട്ട് ഇത് മറ്റുള്ളവർക്ക് പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലൂക്കോസ് ചെയ്തത്. അപ്പോൾ ലൂക്കോസ് യേശുവിനെക്കുറിച്ച് അവൻ നമ്മുടെ ഡെലിവറല്ലേ, നമ്മുടെ രക്ഷകനായിട്ടാണ്, നമ്മളെ രക്ഷിക്കുന്നവനായിട്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. യോഹന്നാനിലാണെങ്കിൽ ഹു ഈസ് ദ ഗോഡ് ഹു കെയിം ഇൻ ഫ്ലഷ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തു ജഡമായിട്ട്, അതായത് സ്വർഗത്തിലിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കന്യകയിൽ കൂടെ ഭൂമിയിലൊരു ശിശുവായിട്ടുണ്ടാക്കി. ആ ഭാഗമാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. ആക്ച്വലി യോഹന്നാൻ്റെ ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹമായിട്ടുള്ള ഒരു ജഡീക തലത്തിൽ, അതായത് മനുഷ്യനായിട്ട് വന്ന് നമ്മുടെ കൂടെ എന്തുമാത്രം സ്നേഹമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ഭാഗമാണ് യോഹന്നാനകത്ത് കാണുന്നത്. ഈ യോഹന്നാൻ ശിഷ്യനായിരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യൻ യോഹന്നാനാണ്. ഈ യോഹന്നാൻ പലപ്പോഴും യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുക. കാരണം ഒരു ചെറിയ സഹോദരനെ പോലെ നെഞ്ചിടിപ്പറിഞ്ഞ ഒരു പ്രവാചകൻ തന്നെയാണ് യോഹന്നാൻ. എന്നാൽ ഈ യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ വളരെ മനോഹരമായിട്ട് ലേഖനങ്ങളിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ 1-ാം ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് വളരെ പ്രസക്തമാണ്. കർത്താവ് യോഹന്നാൻ ഇങ്ങനെ എഴുതി, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ ഞങ്ങളോട് അറിയിക്കുകയും ചെയ്യും. അപ്പം ക്രിസ്തു നിത്യജീവനാണ്, പിതാവിൻ്റെ പുത്രനാണ്. ആ ക്രിസ്തുവിനെ ഞങ്ങൾ തൊട്ടു, കണ്ടു, അനുഭവിച്ചറിഞ്ഞു.
ഈ യോഹന്നാൻ ആദ്യ പുസ്തകങ്ങൾ വായിക്കാൻ ആരെങ്കിലും ഇതുവരെ വേദപുസ്തകം വായിച്ചിട്ടില്ലാത്തവരോടാണെങ്കിൽ പലപ്പോഴും നിന്നോട് ആരെങ്കിലും ചോദിക്കാൻ ഞാൻ പറയും യോഹന്നാൻ്റെ ബുക്ക് എടുത്ത് ആദ്യം വായിക്കുക. ദൈവസ്നേഹം, സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം തമ്പുരാൻ തൻ്റെ സകല മഹത്വം അവിടെ ഉരിഞ്ഞു വെച്ചിട്ട് മനുഷ്യനായിട്ട് നമ്മുടെ കൂടെ വന്നൊരു കൂട്ടുകാരനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു ടീച്ചറിനെ പോലെ ശിഷ്യന്മാരെ കൊണ്ട് നടക്കുന്ന ഒരു ഭാഗം. 12 ശിഷ്യന്മാരെ ഒരുപോലെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ കൊണ്ട് നടക്കാൻ പാടാണ്. അതുകൊണ്ടാണല്ലോ ഭാര്യ ഭർത്താക്കന്മാർ എന്തൊരു പ്രശ്നമാണ്. 4 മക്കളുണ്ടെങ്കിൽ അവരെ വളർത്താൻ നമുക്ക് പ്രയാസം തോന്നിക്കുന്നത്. പക്ഷേ കർത്താവ് 12 ശിഷ്യന്മാരെയും അവസാനം വരെ അവരെ സ്നേഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം. അപ്പം ക്രിസ്തുവിൻ്റെ പേരുകൾ ഓരോന്നും ഓരോ ബുക്കിനകത്തും ദൈവത്തിൻ്റെ ആത്മീക ശക്തിയെക്കുറിച്ച് അവൻ എന്തിനാ വന്നതെന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ബുക്കുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താലും ദൈവത്തിൻ്റെ പൂർണ്ണമായ ഡിസ്ക്രിപ്ഷൻ കടന്നു വരുന്നില്ല. അത്രമാത്രം ഞാൻ പറയുന്നുണ്ട്, ക്രിസ്തുവിനെക്കുറിച്ച് അല്ലെ ക്രിസ്തു ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് എഴുതുവാൻ തുടങ്ങിയാൽ ബുക്കുകൾ പോരാന്ന്. ശരിയല്ലേ? നമ്മുടെ തന്നെ ജീവിതം എടുത്ത് നോക്കിക്കേ. ഈ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന നന്മകളെ ഓർത്താൽ എഴുതിയാൽ തീരത്തില്ലേ? നമ്മൾ ഓരോരുത്തരും ഓരോ ബുക്കുകളാണ് സ്വർഗത്തിൽ. നമ്മൾ വിലപ്പെട്ടവരാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈസ് ദ മെസ്സിഹ ദ കിങ്, രാജാവാം ദൈവം. മർക്കോസിൻ്റെ സുവിശേഷത്തെ അവൻ വേലക്കാരനായിട്ട് ജോലിക്കാരനായിട്ട് വന്നവനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം ഡെലിവർ അല്ലെങ്കിൽ നമ്മളെ വീണ്ടെടുപ്പുകാരനായിട്ട് വന്നവനാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവന് ദൈവം മനുഷ്യനായിട്ട് ജഡരൂപത്തിൽ കടന്നു വന്ന് നമ്മുടെ കൂടെ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ കൂടെ വസിച്ചവനാണ്. ഈ പല ക്യാരക്ടേഴ്സും വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൽ താളുകൾ നോക്കുമ്പം ദൈവത്തിൻ്റെ മഹത്വം, സ്വന്തം പുത്രൻ്റെ മഹത്വം, അല്ലെ ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് മാത്രമാണ്. എല്ലാം എടുക്കാൻ നേരമില്ല. പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു റീഡ് ദ ഫ്യൂ ഓഫ് ദ അപ്പോസ്തല പ്രവൃത്തി. ദ സ്പിരിറ്റ് ഹു ഡ്വെൽസ് ഇൻ ഹിസ് പീപ്പിൾ, മനുഷ്യരിൽ വസിക്കുന്ന ആത്മാവാണ് അപ്പോസ്തല പ്രവൃത്തി. അതാണ് പ്രവൃത്തികളാണ്. പരിശുദ്ധാത്മാവ് വരാതെ പ്രവൃത്തി. ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. റോമർക്ക് എഴുതിയതിനകത്ത് ഈസ് ദ പവർ ഓഫ് ഗോഡ് അൺ ടു സാൽവേഷൻ, രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ശക്തിയാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് യേശുവിനെ കുറിച്ച് കാണിക്കുന്നത്. 1 കൊരിന്ത്യർ ഹീസ് അവർ കോൺക്വറർ ഓവർ ഡെത്ത് ഓർ റിസറക്ഷൻ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനെ കുറിച്ചാണ് 1 കൊരിന്ത്യനകത്ത് എഴുതി. 2 കൊരിന്ത്യർ ഹീ ഈസ് ദ ഡൗൺ പേയ്മെൻറ്റ് ഓഫ് വോട്ട് ഈസ് ടു കം, വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ചാണ് 2 കൊരിന്ത്യനകത്ത് എഴുതിയിരിക്കുന്നത്. ഗലാത്യറിലെ ഹീസ് അവർ ഇൻഹെറിറ്റ്, എൻ്റെ അവകാശിയായിട്ട്, നമ്മുടെ അവകാശി, നമ്മൾ അവൻ്റെ അവകാശിയായി മാറുന്നതാണ് ഗലാത്യറിനകത്ത് എഴുതിയിരിക്കുന്നത്. എഫേഷ്യൻസിൻ ഹീസ് അവർ പീസ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഫാദർ, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന സമാധാനത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു. ഫിലിപ്പിയൻസ് ഹീസ് ദ ഗോഡ് ദറ്റ് സപ്ലൈസ് ഓൾ അവർ നീഡ്സ്, എൻ്റെ സകല ആവശ്യങ്ങളും ചെയ്തു തരുന്ന ദൈവത്തെക്കുറിച്ച് ഫിലിപ്പിയൻസിനകത്ത് എഴുതിയിരിക്കുന്നത്. കൊളോഷ്യൻസ് ഹി ഹോൾഡ്സ് ദ സുപ്രീം പൊസിഷൻ ഇൻ ഓൾ തിങ്സ്, എല്ലാ കാര്യത്തിൻ്റെ അധികാരിയാണ്. 1 തെസ്സലോനിയൻസ് ഹീസ് അവർ കംഫർട്ടർ ഇൻ ദ ലാസ്റ്റ്, നമ്മുടെ അവസാന കാലം വരെ നമ്മളെ സഹായിക്കുന്നതും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. 2 തെസ്സലോനിയൻസ് ഹീസ് അവർ റിട്ടേണിംഗ് കിങ്, 2-നകത്ത് നമ്മുടെ തിരിച്ചു വരുന്ന രാജാവാണ്. വെളിപ്പാടിനകത്ത് നമ്മൾ നോക്കുമ്പം ഹീ ഈസ് ആക്ച്വലി ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്, രാജാധിരാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായിട്ട്. ഇങ്ങനെ ഓരോ ബുക്കുകൾ വായിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ ഓരോ ക്യാരക്ടറും അവൻ്റെ ഓരോ പ്രവൃത്തികളും നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുമ്പം പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമം മുഴുവനും വായിച്ചിരിക്കണം. അതുകൊണ്ട് ഇന്ന് തൊട്ട് എൻ്റെ വചനം കേൾക്കുന്നൊരു മത്തായിയുടെ സുവിശേഷം തൊട്ട് വെളിപ്പാട് വരെ വായിക്കാൻ ഒരു ഉടമ്പടി എടുത്തിട്ട് തുടങ്ങിക്കാട്ടെ. അധികമായ അനുഗ്രഹങ്ങൾ ഭവനങ്ങളിൽ കടന്നു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ പേരുകൾ ദേ ആർ പ്രഷ്യസ്. ദൈവം നിയോഗിച്ച പേരുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടേണ്ടത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ തലമുറകളുടെ പിതാക്കന്മാരുടെ പേര് ചേർത്തിട്ടാണ് നമ്മൾ പേർ ചൊല്ലി വിളിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇപ്പോൾ പല പുതിയ തലമുറക്കാരും നമ്മുടെ പേര് കേട്ടാൽ ആരാന്ന് പോലും മനസ്സിലാക്കാൻ വയ്യാത്ത വിധത്തിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സാബേ, ഞങ്ങളുടെ ബലഹീനതയ്ക്ക് ഞങ്ങളെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പുതിയ പേരിട്ട് കൊടുത്ത് നിൻ്റെ ആത്മാവിൻ്റെ പേരിട്ട് അവരെ വിളിക്കാൻ തക്കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങളെ യാചിക്കുന്ന കർത്താവേ. നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഓരോ പേരിനും ഓരോ
ഓരോ മഹത്വം ഉണ്ടെന്നും ഓരോ ബുക്കിനകത്തും നിൻ്റെ ഓരോ പ്രത്യേക സ്വഭാവത്തെയും നിൻ്റെ ക്യാരക്ടറെയും നിൻ്റെ പ്രവൃത്തികളെയും കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഓരോ ബുക്കെടുത്ത് വായിക്കുമ്പോഴും ക്രിസ്തുവിനെയാണ് ഞങ്ങൾ വായിക്കുന്നതെന്നുള്ള ബോധത്തോടെ മത്തായിയുടെ സുവിശേഷം തൊട്ട് വെള്ളിപ്പാട് വരെ വായിച്ച് ഈ ക്രിസ്തുവിൻ്റെ ഓരോ ക്യാരക്ടർ മനസ്സിലാക്കി ദൈവമേ നിന്നിൽ വസിക്കുവാനും നിൻ്റെ കൂട്ടയാകുവാൻ റിഫ്ലക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തുവിനെ പോലെ ആകുവാനും ഞങ്ങളെ ആക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് നീ ഞങ്ങളുടെ പേരുകൾ മാറ്റുന്ന ദൈവമാപിച്ച ഞങ്ങൾക്കെല്ലാം സ്വർഗത്തിലൊരു പേരുണ്ടല്ലോ. യാക്കോബിൻ്റെ പേര് മാറ്റിവെച്ച് നീ കർത്താവെ അവന് ഇസ്രായേൽ എന്ന് പേരിട്ട് കൊടുത്തതുപോലെ അബ്രാം എന്നുള്ള പേര് മാറ്റി അബ്രഹാം എന്ന് പേരാക്കിയതുപോലെ സാറ എന്നുള്ള സാറാഹ് എന്നുള്ള സാറാഹ് എന്നാക്കിയത് സാറ എന്നാക്കിയതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ പുതിയ പേരുകൾ സ്വർഗത്തിലെ പേരുകളിട്ട് അതിന് കൊടുക്കേണ്ട മഹത്വത്തോടുകൂടി നിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുവാനും അപ്പച്ചൻ ചെയ്തതുപോലെ ഓരോ ദിവസവും അവിടുത്തെ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്തെടുക്കാനും വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് അത് നല്ലവനായ ദാസ നീ ചെയ്ത് അല്പത്തിൽ വിശ്വസ്തനായൻ അധികത്തിൽ വിചാരകനാണെന്ന് കേൾക്കുന്ന ശബ്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അപ്പച്ച അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ പുതിയ പേരിട്ട് തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം. അവിടുത്തെ നാമങ്ങൾ പഠിച്ചെടുക്കുമ്പോഴും അവിടുത്തെ പ്രവൃത്തി പഠിക്കുമ്പോഴും ഞങ്ങൾ നിന്നെപ്പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.